ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള സർക്കാർ ആരോഗ്യ വകുപ്പിലേക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലെ ഒഴിവുകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായുള്ള വിജ്ഞാപനം PSC പുറത്തിറക്കിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 11/2025. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 4/6/2025. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കാറ്റഗറി നമ്പർ 11/2025. വകുപ്പ് ആരോഗ്യ വകുപ്പ്. ഉദ്യോഗപ്പേര് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ശമ്പളം 55,200 രൂപ മുതൽ 1,15,300 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 23 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2002 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. യോഗ്യതകൾ: UGC അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവയിൽ നിന്ന് ലഭിച്ച ക്ലിനിക്കൽ സൈക്കോളജിയിലുള്ള MSc അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, അല്ലെങ്കിൽ UGC അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവയിൽ നിന്നും ലഭിച്ച സൈക്കോളജിയിലുള്ള MA അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ക്ലിനിക്കൽ സൈക്കോളജിയിലുള്ള MPhil ബിരുദം അല്ലെങ്കിൽ RCI അംഗീകൃത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ UGC അംഗീകൃത യൂണിവേഴ്സിറ്റി എന്നിവയിൽ നിന്ന് ലഭിച്ച തത്തുല്യമായ 2 വർഷത്തെ കോഴ്സ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയുള്ള റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ് ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പ്രൊബേഷൻ: ഈ തസ്തികയിൽ നിയമിതരാകുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 2 വർഷം പ്രൊബേഷനിലായിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: ഉദ്യോഗാർത്ഥികൾ PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ID-യും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പുതിയതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. ഈ സെലക്ഷനുമായി ബന്ധപ്പെട്ട് റിട്ടേൺ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ്. അപ്രകാരം കൺഫർമേഷൻ നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ 15 ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ ഗസറ്റ് വിജ്ഞാപനത്തോടൊപ്പം ഭാഗം 2 ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള പൊതുവ്യവസ്ഥകൾ കൂടി വായിച്ച് മനസ്സിലാക്കിയ ശേഷമായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. പൊതുവ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരസിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 4/6/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം: www.keralapsc.gov.in. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.